ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് വിനീർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ്. അതായത് മരത്തിന് പകരം നമുക്ക് മരം പോലെ മരത്തിൻ്റെ സെയിം ഫിനിഷോടുകൂടി മരത്തിൻ്റെ സെയിം ഗ്രേഡ്സോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിനീർ. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഈ വീഡിയോയിൽ കൂടെ കടക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വിനീർ എന്ന് പറയുന്നത് ഒരു മരത്തെ സോളിഡ് വുഡിനെ വിവിധ തരം പ്രീമിയം ഗ്രേഡിലുള്ള വിവിധ നല്ല മരങ്ങളെ പീല് ചെയ്തെടുത്തിട്ട്, അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെൻസിൽ നമ്മൾ ഷാർപ്പ്നർ ഉപയോഗിച്ച് ഷാർപ്പ് ചെയ്യുന്നത് പോലെ അതിൻ്റെ ലെയറുകൾ, പൊളികൾ പീല് ചെയ്തെടുക്കുന്നതാണ്. അതായത് ഷാർപ്പ്നറിൽ നമ്മൾ പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പൊളിയായിട്ട് വരുന്നത് പോലെ വലിയ സോളിഡ് വുഡ് മരത്തിനെ, ഉരുളൻ തടിയെ അതിനെ പീല് ചെയ്തിട്ട് അത് 4 അടിക്ക് 8 അടി പോലെ ഉള്ള സൈസിൽ പീല് ഷീറ്റുകളാക്കിയെടുത്ത് അത് പ്ലൈവുഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലാണ്. അതെടുക്കുന്ന തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.35 mm മുതൽ 0.5 mm വരെ തിക്നെസ്സിൽ ഇങ്ങനെ പീല് ചെയ്തെടുക്കുന്നതാണ് ഈ വിനീർ ലെയർ. അത് 3 mm 4 mm ഉള്ള പല പ്ലൈകളിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഷീറ്റാക്കി മാറ്റി ആ ഷീറ്റ് നമ്മൾ പ്ലൈവുഡിലോ MDFിലോ അങ്ങനെയുള്ള മെറ്റീരിയലുകളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ മരത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ വുഡിനെ പീല് ചെയ്തെടുക്കുന്നതുകൊണ്ട് ആ മരത്തിൻ്റെ യഥാർത്ഥ ഗ്രെയിൻസുകളും കാര്യങ്ങളും കൃത്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഈ വിനീറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് മരത്തിൽ ചെയ്യുന്ന ഫിനിഷുകൾ, പോളിഷ് പോലെയുള്ള എല്ലാത്തരം പോളിഷ് വർക്കുകളും നമുക്ക് ഈ വിനീർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രെയിൻസുകളെ എല്ലാം നമുക്ക് നല്ലപോലെ തെളിഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണയായിട്ട് നമ്മൾ വാർഡ്രോപ്പുകൾ, അതുപോലെ പാനലിങ്ങുകൾ, പാർട്ടീഷ്യനുകൾ, ചില കിച്ചൺ വർക്കുകൾക്ക്, അതുപോലെയുള്ള ക്യാബിനറ്റുകൾ, TV ക്യാബിനറ്റ്, ഷോക്കേസുകൾ, അങ്ങനെയുള്ള വർക്കുകൾക്ക്, അതുപോലെ ക്ലാഡിങ് വർക്കുകൾക്ക്, ക്ലാഡിങ് ഡിസൈനുകൾ പ്രത്യേക പാറ്റേണുകളിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ സോളിഡ് വുഡിൽ ചെയ്യുന്ന അതിനേക്കാളും ഗ്രെയിൻസും കാര്യങ്ങളും കൃത്യമായിട്ട് ഈ വിനീർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ വിനീർ മെറ്റീരിയലിൻ്റെ പ്രത്യേകത. സോളിഡ് വുഡിൽ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ മില്ലിൽ അറുത്ത് പല പ്രോസസ്സിൽ കടന്നു പോകുമ്പോൾ അതിന് ചതയാനും അതേപോലെ നാരുകൾ കൂടുതലുണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇതിനങ്ങനെയുള്ള നാരുകൾ വളരെ ഷാർപ്പായിട്ടുള്ള പീലിംഗ് മെഷീനറീസുകളിൽ ഉപയോഗിച്ചാണ് ഇത് പീല് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള ലെയറുകളാക്കി പീല് ചെയ്തെടുക്കുന്നത് കൊണ്ടും ഒരു 4 അടി വരെയുള്ള വീതിയിൽ ഒരു ചെറിയ മരത്തെ പോലും പീല് ചെയ്ത് 4 അടി വരെയുള്ള വീതിയിൽ പീല് ചെയ്തെടുക്കുന്നതുകൊണ്ട് ജോയിൻറ്റുകളില്ലാത്ത സോളിഡ് വുഡിൻ്റെ ടെക്സ്ചറുകൾ നമുക്ക് ഇതിൽ കൂടെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്ക് ഈ വിനീർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലൈവുഡിൻ്റെ പുറത്തോ അല്ലെങ്കിൽ MDFിൻ്റെ പുറത്തോ നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത്, പ്ലൈവുഡിൻ്റെ പുറത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിന് നെയിലിങ്, ആണി, ചെറിയ ഹെഡില്ലാത്ത ആണി അടിച്ചാണ് ഇതിനെ പിടിപ്പിക്കുന്നത്. കൂടാതെ ഗ്ലൂ അപ്ലൈ ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ നേരിയ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് 150-180 കൂടുതൽ ചെറിയ കുറഞ്ഞ കനമായതുകൊണ്ട് നമുക്ക് വലിയ തരികളുള്ള സാൻഡ് പേപ്പറുകൾ ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഗ്രെയിൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ പേപ്പറിട്ട് സീലർ അടിച്ച്, അതിൻ്റെ മേലെ ബേസ് സീലർ അടിച്ച് സാൻഡ് പേപ്പർ ചെയ്തിട്ട് അതിൻ്റെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വളരെ തെളിഞ്ഞതിന് ശേഷം
അതിൻ്റെ സെക്കൻഡ് കോട്ട് ബേസ് കോട്ട് സീലർ അടിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് പോളിഷ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വിനീറിനെ പലതരത്തിലുള്ള കളറുകളായിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ടീക്ക് വുഡിൻ്റെ തന്നെ പലതരത്തിലുള്ള ടെക്സ്ചറുകളിൽ പലതരം ടീക്ക് വുഡുകളെ ഈ രീതിയിൽ അവർ പീല് ചെയ്തെടുത്ത് വിനീറുകളാക്കുന്നുണ്ട്. എന്നാൽ അത് കൂടാതെ പല വുഡുകളെ പലതരത്തിലുള്ള കളറുകൾ കയറ്റി പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെ പല ഡാർക്ക് കളറും ലൈറ്റ് കളറും അതുപോലെയുള്ള ഹീറ്റിംഗ് പ്രോസസ്സുകളൊക്കെ ചെയ്ത് പല കളറുകളാക്കി മാറ്റി എടുക്കുന്ന രീതികളും ഉണ്ട്. അതുകൂടാതെ ഏതെങ്കിലും പ്ലെയിനായിട്ടുള്ള വുഡുകളെ പ്രത്യേകതരം ടെക്സ്ചറുകൾ മീൻസ് കളറിലെ പാറ്റേണുകളുള്ള ടെക്സ്ചറുകളാക്കി മാറ്റി പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ വിനീറുകൾ തന്നെ ഉണ്ടാക്കുന്ന രീതി ഇപ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ലാമിനേഷൻ പോലെ തന്നെ നമുക്ക് പോളിഷ് ചെയ്യാവുന്ന പോലെ തന്നെ ഫിനിഷുള്ള എന്നാൽ നമുക്ക് അഡീഷണലായിട്ട് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സോളിഡ് വുഡിനെ വെല്ലുന്ന ഡിസൈനുകളും പാറ്റേണുകളുമായിട്ട് ഇപ്പോൾ വിവിധ തരം പുതിയ ജനറേഷൻ വിനീറുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇങ്ങനെ ഇതുപോലെയുള്ള വിനീറുകൾ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മരം വാങ്ങി നമ്മൾ മരം കൊണ്ട് ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ കിച്ചണോ പാനലിങ്ങോ ഒക്കെ ചെയ്യുന്നതിൻ്റെ വളരെയധികം കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മരത്തിനെ അപേക്ഷിച്ച് ഈ വിനീറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. അതുപോലെ തന്നെ ഈ സോളിഡ് വുഡിന് മരത്തിന് നമുക്ക് നിശ്ചിത ജോയിൻ്റുള്ള നിശ്ചിത അകലമുള്ള ഒരു പരിധിയിൽ ഒരു ലിമിറ്റുണ്ട് മരത്തിൻ്റെ തടിയുടെ വണ്ണത്തിന്. അപ്പോൾ അതിന് പലകയ്ക്ക് ആ ഒരു തിക്നെസ്സിൽ ആ ഒരു വീതിയിൽ കൂടുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ വിനീർ നമുക്കറിയാം 4 അടി വരെയുള്ള വീതിയിലുള്ള വിനീറുകൾ നമുക്ക് കിട്ടും. അപ്പം അത്ര ഡിസ്റ്റൻസിലേ അതിൻ്റെ ജോയിൻറ്റുകൾ നമുക്ക് കാണുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വിനീർ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ഈ വിനീർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പോലെ ക്ലാഡിങ് വർക്കുകൾ, പാനലിങ് വർക്കുകൾ, ഈ വാർഡ്രോബ് വർക്കുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ ഷോ കേസുകൾ, അതുപോലെ സീലിംഗ് വർക്കുകളിൽ സീലിങ്ങിൽ വിവിധതരം ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ചില ഡോറുകൾക്ക് ബെഡ്റൂം ഡോറുകൾക്ക് മെയിൻ ഡോറുകൾക്കൊക്കെ ഇപ്പം കൂടുതലായിട്ട് ഈ റെഡിമെയ്ഡ് ഡോറുകളായിട്ട് ചെയ്യുന്ന വർക്കുകൾക്ക് ഇതേപോലെ തന്നെ ഉള്ള ഡിസൈനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിനീർ ഡിസൈനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിനീർ ഉപയോഗിച്ച് ചെയ്ത ഡോറുകളും മാർക്കറ്റിൽ അവൈലബിളാണ്. ഇതാണ് വിനീറിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിനീറിൽ ഇതുപോലെയുള്ള വിവിധതരം പോളിഷുകൾ, മെലാമിൻ, അതുപോലെ PU, അതുപോലെയുള്ള വിവിധതരം പോളിഷുകളും കോട്ടിങ്ങുകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാം. അതുപോലെ നിശ്ചിത കാലം കൂടുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വേറെ കളറിലേക്ക് മാറ്റണമെങ്കിൽ, ഒരു ടീക്കിൻ്റെ കളറിനെ നമുക്ക് ഡാർക്ക് കളറാക്കി മാറ്റണമെങ്കിൽ അങ്ങനെയുള്ള കളറുകൾ നമുക്ക് അതിൻ്റെ സ്റ്റെയിനറുകൾ ഉപയോഗിച്ച് അതിനെ ഡാർക്ക് കളറുകളാക്കി നമുക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന കളറുകളിലുള്ള വിനീറുകളാക്കി മാറ്റാൻ പറ്റും എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. അതേ ഗ്രെയിൻസുകൾ അതിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന അതിൻ്റെ കളറുകളും അതിൻ്റെ ഫിനിഷുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രയോജനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്നും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ വാച്ച് ചെയ്തതിന് നന്ദി.